മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ ഇടുക്കിയിൽ തോട്ടം മേഖലയിൽ ജോലി ചെയ്യരുതെന്ന ജില്ലാ കളക്ടറുടെ ഉത്തരവ് ലംഘിച്ച് തൊഴിലാളികൾ എത്തുന്നു. തമിഴ്നാട്ടിൽ നിന്നാണ് തൊഴിലാളികൾ കേരളത്തിലേക്ക് എത്തുന്നത്. തൊഴിലാളികളുമായി വാഹനങ്ങൾ ചെക്ക് പോസ്റ്റ് കടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. മുഹമ്മദ് ആഷിഖുണ്ട്. ആഷിഖ്, ജില്ലാ ഭരണകൂടത്തിന്റെയൊക്കെ വിലക്ക് മറികടന്നുകൊണ്ടാണ് അപകടകരമായ സാഹചര്യത്തിലേക്ക് ഇത്തരത്തിൽ തൊഴിലാളികളെ കൊണ്ടുവരുന്നത്. അത് തമിഴ്നാട്ടിൽ നിന്നാണ്. പക്ഷേ അത് തടയാനുള്ള ശ്രമങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ? എന്ത് സംഭവിക്കുന്നു അവിടെ? ജിൽസി, ഇടുക്കി ജില്ലയിൽ മഴ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി ഏർപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട നിയന്ത്രണങ്ങളിൽ ഒന്നാണ് തോട്ടം മേഖലയിൽ തൊഴിൽ ചെയ്യുന്നതിനുള്ള നിയന്ത്രണം. അത് അവിടുത്തെ തൊഴിലാളികളുടെ സുരക്ഷ കൂടി ഉറപ്പാക്കുവാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. ഏറ്റവും പ്രധാനമായും പല സമയങ്ങളിലും പകൽ സമയത്ത് ഇത് മഴ നിലനിൽക്കുന്ന സമയത്ത് തൊഴിലെടുക്കുന്ന സമയത്ത് മരവും മറ്റും വീണ് തൊഴിലാളികൾക്ക് അപകടം ഉണ്ടാകുന്ന പല സംഭവങ്ങളും മുൻപുണ്ടായിട്ടുണ്ട്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഓറഞ്ച് റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്ന ദിവസങ്ങളിൽ ജില്ലയിൽ തോട്ടം മേഖലയിൽ തൊഴിലാളികൾ പണിയെടുക്കരുത് എന്നുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം കർശനമായി തന്നെ നൽകുന്നത്. പക്ഷേ ഇത് പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് രാവിലത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കമ്പംമേട്ട് വഴിയുള്ള ചെക്ക് പോസ്റ്റ് വഴി നിരവധി വാഹനങ്ങളാണ് തൊഴിലാളികളുമായി അതിർത്തി കടന്നെത്തുന്നത് എന്നുള്ളതാണ്. ജില്ലാ ഭരണകൂടം ഈ വിലക്കുകൾ കർശനമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുവാൻ വേണ്ടത്ര നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ യാഥാർത്ഥ്യം. നിരവധി വാഹനങ്ങൾ തൊഴിലാളികളെ കുത്തി നിറച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ മേഖലയിലൊക്കെ തന്നെയും തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളാണ്. അവരാണ് കേരളത്തിലെ പ്രത്യേകിച്ച് നെടുങ്കണ്ടം, കമ്പംമേട്ട് പോലുള്ള മേഖലകളിൽ തേയിലത്തോട്ടത്തിലും ഏലത്തോട്ടത്തിലും പണിയെടുക്കുന്നത്. അവർക്ക് ഈ വേണ്ടത്ര സുരക്ഷ ഉറപ്പാക്കുവാൻ വേണ്ടിയിട്ടുള്ള ജാഗ്രതാ നടപടികൾ ജില്ലാ ഭരണകൂടം സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് കാണുവാൻ കഴിയുന്നത്. ജില്ലാ കളക്ടർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത് ഈ വിലക്ക് കർശനമായി തന്നെയും പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുവാൻ MVDക്കും പോലീസിനും നിർദ്ദേശം നൽകിയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇത് പാലിക്കപ്പെടുന്നില്ല എന്നുള്ളത് രാവിലെ 6 മണി മുതൽ 7 മണി വരെയുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നിരവധി വാഹനങ്ങൾ കമ്പംമേട്ടിലെ ചെക്ക് പോസ്റ്റ് കടന്ന് കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും നമ്മൾ ഇതേപോലെ മറ്റൊരു വിഷയം കണ്ടതാണ്. വിനോദസഞ്ചാരികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക് ജില്ലയിൽ പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ഏതായാലും മഴയുടെ പശ്ചാത്തലത്തിൽ ഇടുക്കി ജില്ലയിൽ ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾ പാഴ്വാക്കാകുന്നു എന്നുള്ളതാണ് ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയുവാൻ കഴിയുന്നത്. ജിൽസി, ഇത് ആളുകളുടെ തന്നെ സുരക്ഷയെ ബാധിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നുമുണ്ട്. തീർച്ചയായിട്ടും ആഷിഖ്, അതായത് മുന്നറിയിപ്പ് നൽകുന്നത് ആളുകളുടെ ജീവൻ അത് സുരക്ഷിതത്വത്തിലാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതിനെ മറികടന്നുകൊണ്ട് തൊഴിലാളികളെയൊക്കെ വ്യാപകമായി ഇങ്ങനെ പണിയെടുപ്പിക്കാൻ കൊണ്ടുവരുന്നത് അവരുടെ അടക്കം ജീവൻ അപകടത്തിലാകുന്ന ഗുരുതരമായ ആക്ഷൻ എടുക്കാവുന്ന ചില കൃത്യങ്ങൾ കൂടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലേക്കാണ് ജില്ലാ ഭരണാധികാരികളുടെയൊക്കെ ശ്രദ്ധ പതിയേണ്ടത്. മുഹമ്മദ് ആഷിഖാണ് റിപ്പോർട്ട് നൽകിയത്.